എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് അംഗൻവാടിയിലെ കുട്ടികൾക്ക് സാമ്പാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാൻ എല്ലാ പച്ചക്കറിയും കുക്കറിലേക്ക് മുറിച്ച് വെച്ചിട്ടുണ്ട്. മുരിങ്ങക്കായ, വെണ്ടക്ക, ഉള്ളി ഇത് ഞാൻ വേറെ തന്നെ വേവിച്ചിട്ട് വയ്യ. പിന്നെ ഞാൻ കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട്. അതിന് ഞാൻ ചെറുപരിപ്പാണ് കുറച്ചെടുത്ത്, ഒരു പിടി ചെറുപരിപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഈ പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ എന്തെല്ലാം പച്ചക്കറി ഉണ്ടോ അതെല്ലാം നമുക്കിതിൽ ചേർക്കാം. പച്ചക്കറി കുട്ടികൾക്ക് നല്ലതുമല്ലേ. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, കുറച്ച് മുളക് പൊടി. കുട്ടികൾക്ക് അധികം എരിവൊന്നും പാടില്ല, അപ്പോൾ കുറച്ച് മുളക് പൊടി. ഇത് കാശ്മീരി ചില്ലിയാണ്. കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വേവിച്ചിട്ട് എടുക്കാം. ഇത് ഒരു വിസിൽ മതി, അതുവരെ വെയിറ്റ് ചെയ്യാം. സാമ്പാറിൻ്റെ കഷ്ണമെല്ലാം വെന്തോന്ന് നോക്കാം. സാമ്പാറിൻ്റെ കഷ്ണമെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുരിങ്ങക്കായ, വെണ്ടക്ക, ഉള്ളി അത് വേവിച്ചത് നമുക്ക് ചേർത്ത് വെക്കാം. അത് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് ഞാൻ വേറെ തന്നെ വേവിച്ചെടുത്തത്. എന്നുവെച്ചാൽ മുരിങ്ങാക്കോല് വെന്തിട്ടാകുമ്പോൾ ഒരു നാര് പോലെ ഉണ്ടാവും. കുട്ടികൾക്കപ്പോൾ കഴിക്കുമ്പോൾ നല്ല വിഷമം ഉണ്ടാവും, തൊണ്ടക്കെല്ലാം കെണിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ വെക്കും. ഇനി ഇത് നന്നായി തിളച്ച് വരട്ടെ. ഇത് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇതിന് വേണ്ട കടുക് വറുത്തിടാം. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി പൊട്ടി വരട്ടെ. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അധികം ഉണ്ടെങ്കിൽ ഒരു 3 സ്പൂണെല്ലാം ചേർത്ത് കൊടുക്കാം. ഇതിപ്പം കുറച്ചേ എടുത്തിട്ടുള്ളൂ കഷ്ണങ്ങൾ. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത്, തീ കുറക്കണം. ഇതിലേക്ക് ചേർക്കുന്നത് ചെറിയൊരു സ്പൂണ് ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഉലുവ പൊടിച്ചിട്ടില്ലെങ്കിൽ കടുക് പൊട്ടുന്ന സമയത്ത് ഉലുവ മുഴുവനായിട്ടുള്ള ഉലുവ അതിലിട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കായത്തിൻ്റെ പൊടിയാണ്. അത് നമ്മൾ കുറച്ച് ചേർത്ത് കൊടുക്കണം. ഇത് നന്നായി ഇളക്കി കൊടുക്കുക. കുറച്ചൊന്ന് ചൂടായി വരട്ടെ. നമ്മൾ സാമ്പാർ പൊടി ഇട്ടിട്ട് സാമ്പാർ വെക്കുമ്പോൾ കുട്ടികൾക്ക് എരിവ് കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ മസാലകളെല്ലാം കുഞ്ഞു വയറല്ലേ, അപ്പോൾ അതും കുട്ടികൾക്ക് മോശമായിട്ട് വരും. നമ്മൾ ഇതേ രീതിയിലാണ് അംഗൻവാടിയിൽ കുട്ടികൾക്ക് വെച്ച് കൊടുക്കുന്നത്. മല്ലിപ്പൊടി കുറച്ച് അധികം ചേർത്ത് കൊടുത്താൽ മതി. ഒരു 3 സ്പൂണെല്ലാം മല്ലിപ്പൊടി ചേർത്തിട്ട് ഇതേപോലെ നല്ലൊന്ന് പാകം വരുത്തിച്ചാൽ മതി. ഇത് ഞാൻ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് എൻ്റെ മല്ലിപ്പൊടി നല്ല കളറുള്ള മല്ലിപ്പൊടിയാണ്, നല്ലോണം ആയ മല്ലിപ്പൊടിയാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം ചൂടാക്കുന്നുണ്ട്. നമ്മൾ പാക്കറ്റ് പൊടിയെല്ലാം മേടിക്കുമ്പോൾ കുറച്ചധികം നല്ലോണം ഒന്ന് ചൂടാക്കിയാൽ മതി, അപ്പോൾ നല്ല മണം വരും. ഇനി നമുക്ക് ഈ കറിയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇനിയിത് നന്നായി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി വെള്ളം വേണമെങ്കിൽ ഇനി നമുക്കിതിൽ വെള്ളവും ചേർത്ത് കൊടുക്കാം. ഇതിന് നന്നായി തിളച്ച് വരട്ടെ. അങ്ങനെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. നല്ല കളറും ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുമായി ഇതേപോലെ ഉണ്ടാക്കിയാൽ. ഇതിലേക്ക് നമുക്കിനി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഒരു മായവും ചേർക്കാതെ നല്ല സാമ്പാർ നമുക്ക് കുട്ടികൾക്ക് ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.